world famous Arch Dam. ഒരു ബ്രൂ ഇട്ട് വന്നു. ദിസ് ഇസ് ഇടുക്കി ഡാം. കുറവൻ കുറച്ച് ടച്ച് ചെയ്യിക്കുന്ന നീ ഒരു തലവേദന എടുക്കുന്നത്. ഇനിയിപ്പം ഇത് നമ്മുടെ പുള്ളിയല്ലേ വണ്ടിയേ ഉള്ളല്ലേ. വട്ടം കറങ്ങി ഇതായി പോയിച്ചാൽ ഒന്നാമത് ഞാനൊരു ഇച്ചിരി ഒരു സ്ലഗിഷാണ്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ അരമണിക്ക് എം പി അല്ല സതീശൻ അടുത്ത് വരുന്നുണ്ട്. ഇവരെല്ലാം ഫ്രണ്ടിൽ പോരുന്ന നോക്കിക്കോ. കെട്ടാ കയറണമെന്നുണ്ട്. നാളെ പോയി കയറാൻ കേട്ടോ ചേച്ചി. വേണ്ട, നമുക്ക് ട്രാവൽ ചെയ്താൽ മതി. കാരണം കേരളം അങ്ങനത്തെ കാര്യമൊന്നുമില്ല. രാത്രിയിലത്തെ ഒരു നൈറ്റ് ആ കാണുന്ന റിസോർട്ടാണ് മലയാളം മണ്ഡല ഡാം വ്യൂ റിസോർട്ട് എന്ന് പറയും. നേരെ ഫ്രണ്ടിൽ ഡാമിന്റെ ഇത് കാണാം. നമ്മളിപ്പോ ഫോട്ടോ എടുത്ത അദ്ദേഹം ഇല്ലേ, ശ്രീകണ്ഠൻ നായർ സാറ്. അദ്ദേഹം നായരല്ല, VK ശ്രീകണ്ഠൻ നായരില്ല. അതെ. അദ്ദേഹവും ഭാര്യയും ഉണ്ടായിരുന്നു. ഭാര്യയും കമ്മ്യൂണിസ്റ്റിലെ ഒരു വലിയ ആളാന്ന് തോന്നുന്നു. ലളിതയോ അല്ലല്ലേ, കോൺഗ്രസ് MP. അത് MP ഹ്യൂസ്റ്റണിലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഇപ്പൊ ഓർപ്പിച്ച പുള്ളി മനസ്സിലായോ? മനസ്സിലായി. അന്ന് അവർ ഫോമയുടെ ഏതാണ്ട് പ്രോഗ്രാമിന് വന്നതായിരുന്നു. അപ്പോൾ ഹ്യൂസ്റ്റണിലും വന്നായിരുന്നു. സുജയ പാർവതി ഇല്ലേ, അവരും വന്നിരുന്നു. മഴ പെയ്യാഞ്ഞിട്ട്. മഴ പെയ്തിരുന്നെങ്കിലോ വിലയില്ലാതെ എല്ലാം വീട്ടിൽ കൊണ്ടുപോയി. അതുകൊണ്ടല്ല വിലയില്ല. പിന്നെ 10,000 കോഴീനെ 30 ദിവസം ഇടുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അത് വിലയില്ലാതെ വന്നേ. പെട്ടെന്ന് ഇവിടെ പാട്ടത്തിനായിരുന്നു ഫാം. ഞാൻ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് വീടിന് അങ്ങോട്ട്. എന്നും പോയി വരും. വൈകിട്ട് വരും. രാവിലെ പോകും, വൈകിട്ട് തിരിച്ചോട് വരും. രാത്രി ഇവിടെ കിടക്കും. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി. അടുക്കടുക്ക് വെച്ചിരിക്കുക.
പൂത്ത് നിൽക്കുകയാണോ? അത് ഒരു പൂ കാണുന്ന തേക്ക അല്ല തേക്ക് പൂത്ത് തേക്കല്ല, അത് കരണ. അതാണ് കരണ. കരുണയോ? കരണമരം കണ്ടിട്ടില്ല? കരുണയോ? കരണമരം എന്ന മരമുണ്ട്. ഇല ഇങ്ങനെ കുലുമുനാന്ന് പച്ചപ്പലയായിരിക്കും. ഓ ശരി, ഞാൻ കാണിച്ചു തരാം. കരണമരം ആരോട് വരുന്നുണ്ടോ? ലൈറ്റ് അടിച്ച് വരുന്നത് നമ്മൾ ലൈറ്റ് കാണിക്കുന്നത്. അതേ മിക്ക വളമാണ് ലൈറ്റ് ഇട്ടത്. ആണല്ലേ. ആ ഡ്രൈവർക്ക് സന്തോഷമായി പോയി അല്ലേ KSRTC-യുടെ? പക്ഷെ പ്രൈവറ്റ് ബസ്സുകാരൻ കണ്ടില്ല. അവൻ്റെ മോടെ അവനെ മറ്റേ വണ്ടിക്കാരനോട് KSRTC നല്ല കയറ്റി ഓടിച്ച് അവൻ ഇറങ്ങിപ്പോയി. പ്രൈവറ്റുകാരൻ അത്ര ഓടിച്ചില്ല. അവനതുകൊണ്ട് ആ വണ്ടി നമ്മുടെ വണ്ടി കൂടെ മാറ്റാനുള്ള രീതിയിൽ അവൻ നിന്ന് അവിടെ. KSRTC-കാരൻ വീഡിയോ ആണെന്ന് കണ്ടപ്പോൾ ലൈറ്റ് ഇട്ട് കാണിച്ചു. കാരണം ഇപ്പൊ റീൽസിനകത്തൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് വരുമല്ലോ. ക്രിസ്ത്യനെ കണ്ട കാണിക്കല്ലോ ഇടുക്കിയില് വളവ് തിരിഞ്ഞു വരുന്ന KSRTC. അങ്ങോട്ട് മഴ പെയ്തേ ഇല്ല ചേച്ചി. പക്ഷേ ഈ ഒരു കാലാവസ്ഥ അങ്ങോട്ട് കിട്ടുമായിരുന്നു മൊത്തം കാണായിരുന്നു. ഇനി മേളിൽ ചെല്ലുമ്പോൾ ഇതിപ്പോ നല്ല കാലാവസ്ഥ കൊണ്ട് നല്ല വ്യൂ കാണിച്ചു തരാം. മഞ്ഞ് വീണിട്ടില്ല. നിങ്ങൾ പറയാം ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണെന്ന് പറയും. തീർച്ചയായിട്ടും ബ്യൂട്ടിയാണ്. അത് പുള്ളി എല്ലാ സിറ്റിയിലും പറയും കൈ കാണിക്കാൻ വരാൻ പറ്റിയായിരുന്നു. എവിടെയും നിർത്താൻ പോകുന്ന കഴിഞ്ഞാൽ പറയും വീട്ടിൽ സതീശന് വെള്ളം മേടിച്ചിട്ട് അവന് വോട്ട് ചെയ്യണമെന്ന് പറയും. അതൊന്നും ഒരു വിഷയമല്ലേ ചേച്ചി അവർക്ക്. നാട്ടിലുണ്ടായിരുന്ന ഞാനും പോയി അവിടെ നിൽക്കണ്ടാവുന്ന ഇന്ന് 10 ബ്രോയിലർ വിറ്റ് പോകേണ്ട ദിവസമല്ലേ. ആ വ്യൂ ഒക്കെ അത് കാണുന്ന സ്ഥലങ്ങളല്ലേ. എനിക്ക് തന്നിട്ടൊന്നും തോന്നുന്നില്ല. എവിടെയാലും നിർത്തണമെങ്കിൽ ആരോടെ പറഞ്ഞാൽ വണ്ടി വരും. അളന്ന് കുറച്ച് അവന്മാർ വരുള്ളൂ. നമ്മളും അതുപോലെ പോയാൽ നമ്മൾ കയറായിരുന്നു. അത് വരയ്ക്കപ്പുറം കയറായിരുന്നു. ഇവിടെ കണ്ട് ഇത്രയും വളവുകളാണല്ലോ. എറണാകുളത്തെ പകുതി ഓണടി ഉണ്ടെങ്കിൽ വണ്ടി. എറണാകുളത്ത് ഒരു സിഗ്നൽ വീണ അന്നേരം ഓണടിക്കാൻ തുടങ്ങും. വെട്ടം തെളിയുന്നതിന് മുമ്പ് ഓണ ഞെക്കി പിടിച്ചോണ്ട് വരാത്തമാരിരിക്കുന്നു. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഓൺ അടിക്കുന്നുണ്ടോ? എനിക്ക് എസിട്രിക്കല്ല തുടങ്ങുന്നുണ്ടോ? ഈ കാലാവസ്ഥ മൊത്തം തണുപ്പടിക്കാതിരിക്കുന്നതല്ല. കാറ്റ് തലവേദന എടുക്കും. ആകാശത്തോടെ കാണുന്ന കാഴ്ചകളാണിത്. നമ്മൾ എത്ര ആയിരം അടി മുകളിലാണ് സമുദ്രനിരപ്പിൽ നിന്ന്. ഇനി നമുക്ക് സുനാമിയെ പേടിക്കണ്ട കുറച്ച് നേരത്തേക്ക്. ഇവിടെ വരെ വരികയല്ലേ. ഓ ഇവിടെ വരെ കയറി വരണമെങ്കിൽ ശലം പാടായിരിക്കും. ഇതാ കരണയല്ലേ? ഇതാണ് കരണമരം. ഈ നിൽക്കുന്നത് പൂ പറക്കും. കാറ്റാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് അവിടെ ഇവിടെ എല്ലാം പോയി വീണ് കിളുക്കും. അപ്പൂപ്പന്താടിയല്ല, പോയി കിളുക്കും. ഇത് ഒറ്റയരി മതി കിളുക്കാൻ വേണ്ടിയത്. കാരണം പൂത്തേക്ക് കളിക്കുന്നുണ്ട്. അത് ഏലത്തിന് തണലിന് വേണ്ടി വെക്കുന്നത്. ഇതിന്റെ ഇലയ്ക്ക് നല്ല അഴുകലുണ്ട്. പെട്ടെന്ന് അഴുകിപ്പോവും. കിടക്കിയല. അപ്പൊ നല്ല വളമായത്. അപ്പൊ ഏലത്തിന് തണലിന് വേണ്ടി പെട്ടെന്ന് വളരുകയും ചെയ്യും. ഇത് പറമ്പിൽ കൂടെ എല്ലാം തൈ ഇങ്ങനെ ഓരോ അരി വീഴുന്നതും തൈ കിളുക്കും. കൃഷിസ്ഥലമാണോ അതോ എന്താണ്? കൃഷിസ്ഥലമാണ്. ഈ ലെഫ്റ്റ് സൈഡ് കാണാൻ മൊത്തം ഏലവാ. ഇതൊക്കെ തൈ നിൽക്കുന്ന ഏലത്തിന്റെ. സതീശന് ഇവിടെയൊക്കെ സ്റ്റേ ഉണ്ടെന്ന് കൊടിവനം കുത്തി വെച്ചിരിക്കുന്നത്. മറ്റേ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇച്ചിരി സന്ധ്യ ആയിട്ടേ വരുവുള്ളൂ. എന്നാലും ആളിറങ്ങുള്ളൂ. ഈ പണിയെ കഴിഞ്ഞിട്ട് ഇവിടത്തെ സംബന്ധിച്ച് നമ്മുടെ പണി കഴിഞ്ഞിട്ട് ആൾക്കാർ വരുവുള്ളൂ. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞാലല്ലേ.
അങ്ങൊരു ടവർ നിൽക്കുന്നുണ്ട് ചേച്ചി, ഏറ്റവും അങ്ങോട്ട് വലിയ ടവർ നിൽക്കുന്നുണ്ടോ? എന്റെ വീടിന്റെ ഒരു 500 മീറ്റർ അടുത്ത് ടവറാ. അതാണ് ലാൻഡ് മാർക്ക്. അത്രയും ദൂരമുണ്ടല്ലേ? അതാണ് ലാൻഡ് മാർക്ക്. അവിടെയും കയറി പോയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ. ഞങ്ങൾ അവിടെ പള്ളിക്ക് നിൽക്കുമ്പോൾ നേരെ അങ്ങനെ ഒരു 5-6 മല അപ്പുറയാ. അവിടെ അതിന്റെ നേരെ അപ്പുറത്ത് കാണുന്നതാണ് ആനമുടി കൂർത്ത് നിൽക്കുന്നത്. നാളെ പേരിലുമ്പം കാണാം. 5-6 മല അപ്പുറത്താണ്. ഒരു 10 മൈലാണ്. അതിനൊന്നുമില്ല, ഒരു 20 കിലോമീറ്റർ, 10-15-20 കിലോമീറ്റർ. സതീശനെ ഓടാൻ വേണ്ടി നിൽക്കുവാണ്, സെറ്റ് സാരി കൊടുത്ത് റോഡിനടുത്ത്. ഇപ്പൊ ഒരു മഴ വന്നാൽ ഒരു സെറ്റാവും. ഇവിടെ മഴ പെയ്തില്ല കേട്ടോ. ആണ് ഇടുക്കിയിലെ തടി ലോറി, മൊത്തം തടി കയറ്റി പോകുന്ന സാധനങ്ങളാണ്. പണ്ടത്തെ പഴയ ലോറികളുടെ എല്ലാം ഷേപ്പ് അതായിരുന്നു. ഇതേല കേട്ടോ, ലേല വല്ലതും തെറ്റിദ്ധരിച്ചേക്കരുത്. ഇതേലവാ ഇരിക്കുന്ന ഏലവാ. അതിൽ മൊത്തം ഉണങ്ങി വീഴാറായി നിൽക്കുക, മഴ പെയ്യാതെ. ഇന്നലെ എങ്ങാണ്ട് മഴ പെയ്തെന്നാണ് ഇവിടെയൊക്കെ. ഈ ചെരുവിന് തേയിലയാണോ? എനിക്ക് തേയില നിൽക്കുന്നത്. ആണല്ലേ? തേയില ഇഷ്ടം പോലെ കാണാം. നാളെ 3-6 കിലോ തേയില മാത്രമല്ലേ ഉള്ളൂ. കുന്നമേളത്തിൽ മൊത്തം തേയിലയായിരിക്കും, താവട്ടിറങ്ങിയാൽ മൊത്തം ഏലമായിരിക്കും. ഓ ശരിയാ, തണുപ്പ് നോക്കി ഏലമാ അല്ലേ? ആ, വെള്ളത്തിന്റെ സൗകര്യവും പാറക്കെട്ടാലൊന്നും ഏലം പിടിക്കുകയല്ലോ. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ 10-12 കിലോമീറ്റർ ഉള്ളൂ കട്ടപ്പന ടൗണിലേക്ക്. കട്ടപ്പന ഹൈ റേഞ്ച് ഏറ്റവും വലിയ ടൗൺ കട്ടപ്പനയാ. ഓക്കെ. ഞാൻ കട്ടപ്പന താമസിച്ചിട്ടുണ്ട്. ഞാൻ IT പിള്ളേരൊക്കെ കൊണ്ടേ ടൂറിന് വന്നിരുന്നേ. ആ സമയത്ത് ഞങ്ങൾ കട്ടപ്പനയിലാണ് ഒരു സ്റ്റേ ചെയ്ത്. പിറ്റേ ദിവസം ഞങ്ങൾ മൂലമറ്റം നാടുകാണി അവിടെ എല്ലാം പോയി. ഇതാണ് കാൽവരി കൊണ്ട് 10-ാം മൈൽ സ്ഥലം. നമ്മൾ ഇവിടുന്ന് മേളിലോട്ട് കയറി പോകും. മറ്റേ അവിടെ തന്നെ പോകല്ലേ? ആ കാണുന്നതാണ് മേഘമല റിസോർട്ടൊക്കെ ആ കാണുന്നത്. അതുകൊണ്ട് സിനിമ ലൊക്കേഷൻ ഉണ്ട് ചേച്ചി. അത് ചന്ത സിനിമയൊക്കെ ഇല്ലേ, അതൊക്കെ ആണ് ഷൂട്ട്. അന്നത്തെ ബിൽഡിംഗ് ബ്രിട്ടീഷുകാർ പണിത, ബ്രിട്ടീഷുകാർ ഔട്ട് ഹൗസ് അത്. അതിപ്പോ റിസോർട്ടാക്കിയത്. മേഘമല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? തേയില കൊണ്ട് തന്നെ. ആ, പഴയ ഒത്തിരി സിനിമ ഇവിടെയായിരുന്നു. അന്ന് ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലായിട്ട് കിടന്നിരുന്നു. നമ്മളിതിന്റെ അടുത്ത് കുത്തു കയറുവാണ്. നേരെ ഹൈവേ ആണ്. ബസ് ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്ന ബസ്സാണോ? സാറ് പറഞ്ഞപ്പോഴാണല്ലോ ഞാനും കാണുന്നത്. ഹോട്ടലല്ല, മറ്റേ വെയിറ്റ് ഷെഡ് പോലെ ഒരു രസത്തിന് വേണ്ടി ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. എയറോപ്ലെയിൻ ഒക്കെ കന്യാകുട്ടിലും കപ്പലുണ്ട്, മറ്റേ വാസ്കോ ഡ ഗാമ. അതുകൊണ്ട് ചേച്ചി അതാണ് അന്നത്തെ ആ ഹോട്ടലാണ് പഴയത്. അവർക്ക് മേളിൽ റിസോർട്ട് ഉണ്ട്. മേളിൽ ഇത് റിസോർട്ട് ആക്കിയിട്ടിരിക്കുവാണ്. അവർക്ക് മേളിലും ഉണ്ട്. ഞാൻ മുമ്പേ വിളിച്ചു ചോദിച്ചാൽ അവരെയാ. അതാണ് ക്രിസ്ത്യൻ പള്ളി, അത് 10-ാം മൈൽ പള്ളി. നിങ്ങൾക്കേ കാണാമോന്ന് എനിക്കറിയത്തില്ല. സാർ അങ്ങോട്ട് നോക്കി. അങ്ങോട്ടവിടെ അന്ന് അത് നമ്മൾ അതിന്റെ നേരെ ഇപ്പുറത്തുള്ള പള്ളിയാണ് തോപ്രാംകുടി സ്ഥലത്തെ പള്ളി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും കാണാം. റെഡി 1 2 3. ആനമുടിയാണ് ആ മല പോകുന്നുണ്ട് സ്ഥലം. മഞ്ഞിനത്ര പോകുന്ന മല കണ്ടോ സാർ? കണ്ണാടി വെച്ച് നോക്കി. മേളിൽ കണ്ട മേഘത്തിന്റെ ഒട്ട് താഴെ കണ്ടോ? നാളെ രാവിലെ നോക്കിയ കറക്റ്റ് കാണാനായിരിക്കും. ഇപ്പൊ മഞ്ഞ് കയറി പോയതാ. അതിനിപ്പുറത്ത് കണ്ട ചേച്ചി കൂർത്തിക്കുന്നുണ്ട് ചേച്ചി. ഞാൻ ഇടയ്ക്ക് കാണാൻ കണ്ടോ? ആ കൂർത്തിക്കുന്ന ആനമുടിയുടെ ഏറ്റവും പീക്ക് ലെവൽ ആനമുടി എന്ന് പറയുന്നത്. അതിനപ്പുറം തമിഴ്നാടാ. ഈ ജിയിലോട്ട് വന്നിട്ടുണ്ടോ നേരത്തെ? അല്ല, ഞാൻ ചോദിച്ചു പെട്ടെന്ന് പറഞ്ഞ് റൈറ്റ് എടുക്കുകയെന്നേ. സാറ് ഞാൻ പറഞ്ഞില്ല 15 കിലോമീറ്റർ. ഞാൻ ഇവിടേക്ക് വന്നോണ്ടിരുന്ന സ്ഥലങ്ങളല്ലേ അവിടെ ആയിരുന്നല്ലോ. ഈ മേളിലൊക്കെ ഇഷ്ടം. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴേ കട്ടപ്പന പഠിച്ചോണ്ടിരുന്നത്. അപ്പം ഇവിടെ ഇഷ്ടംപോലെ മിക്കവാറും വന്നോണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ക്ലാസ് കെട്ടിയതൊക്കെ 12 കിലോമീറ്റർ ഉള്ളൂ. നാളെ അതുവഴിയല്ലേ പോകുന്നേ? അതുവഴി പോകുന്നില്ല, കട്ടപ്പന പോണേ പോവാം. വേണമെന്നില്ല, കട്ടപ്പന പക്ഷേ ടൗൺ കണ്ടക്കൊള്ളാമെന്നുണ്ട്. പണ്ട് കണ്ടതല്ലേ. ഇതൊക്കെ ഓരോ റിസോർട്ടുകളിലേക്ക് പോകുന്ന അമ്മായി പറഞ്ഞില്ല റിസോർട്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ. ഇതെല്ലാം മലയാളം മണ്ടലോട്ട് കയറി ചെയ്യുമ്പോൾ ഓരോരോ റിസോർട്ടുകളാണ്. അതെല്ലാം ഹോം സ്റ്റേകളാണ് ചെയ്തത്. ഇതുണ്ട് കപ്പൽ, വാസ്കോ ഡ ഗാമ കപ്പലിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ റിസോർട്ടുകാരാണ് ഈ കപ്പലൊക്കെ ഇരിക്കുന്നത്. ഇവിടെയാണ് ജീവൻ ടീയുടെ ഫാക്ടറി ഒക്കെ ഉള്ളത്. ഈ സൈഡ് മൊത്തം ജീവൻ ടീക്കാരുടെയാണ്.
ഈ കപ്പൽ എങ്ങാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണോ അതോ സിമെന്റ് ആണ് സിമെന്റ് അല്ലേ സെയിം ഷേപ്പിൽ ഉണ്ടാക്കി ഓക്കെ വാസ്കോ ഡ ഗാമ മലമണ്ടയിലല്ലേ കപ്പൽ വരുന്നത് ഓരോരോ അതെ, അതെ. ആൾക്കാർ അപ്പുറം ബസ് ഇരിക്കുന്ന കണ്ടപ്പോഴേ അതെങ്ങനെ അവിടെ കയറിയതെന്നുള്ളതാണ് അത് ബോഡി മാത്രമാണുള്ളൂ. അത്രേ ഉള്ളൂ ടയറില്ല. എന്നിട്ട് താഴെ മഞ്ഞ് കാണല്ലേ, മഞ്ഞില്ലായിരിക്കണം നിങ്ങൾക്ക് നല്ല വ്യൂ താഴെ കാണാം. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. Turn right, then turn right. തേയിലയാന്ന് തോന്നുന്നു. ഇവരെന്നാ റേറ്റ് പറയുന്നത്? ഇതെല്ലാം തേയിലല്ലേ? ഇതായാലും അല്ല, അതിന്റെ അപ്പുറം തേയില. അപ്പം കയ്യിലുണ്ട്. എക്കോപാത്ത് റിസോർട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. See the tea plants. എല്ലായിടത്തും കുരിശ് വെച്ചേക്കുന്നത് എന്തിനാണ്? ഇത് കുരിശാണ്, 10-ാം മൈൽ പള്ളിയുടെ കുരിശുമല മേളില്. ഓ Turn right. ആ കാണുന്ന കുരിശുമല ഉണ്ട് 10-ാം മൈൽ പള്ളി. അവിടെ കയറി എന്നാൽ ലോകം മൊത്തം കാണാം. ഓ ഞങ്ങൾ അവിടെയൊക്കെ കയറിട്ടുള്ള. wow. See how they cut the tea. Kerala forest tourist. ഇവിടെ കയറി വ്യൂ പോയിന്റ് ഇവിടെയാ. ഇവിടെ പാസ് എടുത്ത് കയറണം. നമ്മൾ ആ റിസോർട്ട് അങ്ങോട്ട് പോയി നോക്കിട്ട് മതി നമുക്ക് പാസ് വേണം. ഇവിടെ കയറി കാഴ്ച ഭയങ്കര വ്യൂ സാർ അവിടെ. ആണല്ലേ? 20 രൂപയാണല്ലോ. അവിടെ എന്നാലും കാണാം നിങ്ങൾക്ക്. In 200 meters, your destination. അത് കയറി കണ്ടിട്ട് പോകണം. ഇപ്പം ഇരുട്ടാൻ നമുക്ക് അവിടെ ഇറങ്ങി കാലം നോക്കി. ഈ കുഴി മൊത്തം കിടക്കുന്നുണ്ടല്ലോ, വെള്ളവാ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ അതാവട്ടെ. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാലേ വാ അവിടെ ഇറങ്ങി. സെറ്റർ കൊണ്ടിട്ടുണ്ടായിരുന്നല്ലേ? നമ്മൾ ഓർത്തില്ല. നോക്കപ്പെടാൻ ഇങ്ങനെയുണ്ട്. ഉണ്ട് സൂപ്പറാ സൂപ്പറാ. ഇവിടെ താമസിക്കാൻ അങ്ങനെ ഉണ്ടെന്നേ. റൂം കിട്ടുകയാണെങ്കിൽ ഇന്ന് എടുക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വലിയുന്നില്ല. Your destination is on the right. ഒത്തിരി ആൾക്കാർ താമസിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം തമിഴ്. നല്ല അതിന്റെ ഇത് കിട്ടിയ ഞാൻ പറഞ്ഞല്ല വണ്ടിയിലൊന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അവിടെ ഒരു പാസ് കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. 20-30 രൂപ കണ്ടേ ഉള്ളൂ. കുഴപ്പമില്ല. ഇതൊക്കെ മേളിലേക്കൊക്കെ പണിയുന്നുണ്ടല്ലേ? പറഞ്ഞു. പിന്നല്ല സാധനമുണ്ട്, അപ്പുറം ഇപ്പുറം എല്ലാം ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല പറയാൻ. കുഴപ്പമില്ല. പൈസയാണ് ഈ ടൂറിസ്റ്റ് മേഖലയിലെ വിഷയം അതാ. ഇവിടെ 4000 എന്ന് പറഞ്ഞില്ലേ, മൂന്നാർ ചെല്ലുവാണെങ്കിൽ 8000 ആയിരിക്കും. അതാണ് ടൂറിസ്റ്റ് മേഖല. ജമ്മുവിന് കുഴപ്പമില്ലല്ലോ. ലൈറ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല സാറേ. ഇനി നമ്മുടെ നാടായില്ല, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ വഴി കിടന്നാൽ ആരും ചോദിക്കുകയല്ല. ഓക്കെ ഇടുക്കി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സ്വാതന്ത്ര്യമാണ്. വിളിച്ചാൽ വെളിപ്പുറത്ത് വരാൻ ആൾക്കാരുണ്ട്. രാത്രി എന്തെങ്കിലും എന്തുകൊണ്ട് വിളിച്ചോണ്ട് ചേച്ചി തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. എന്താ മൗണ്ടൻസ്, എന്താ റൂംസ്. അടച്ചാ ഇല്ല, ആളുണ്ടെന്ന് തോന്നുന്നല്ലേ? എൻട്രൻസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു. അടച്ചാണോ? ആ അല്ല ഇപ്പം തന്നെ പറയാം. ഞങ്ങളിവിടെ ഗീല ഇത് എത്രയാ പൈസ വല്ലതും ഉണ്ടോ? പിന്നെ എന്തായാലും ചില്ലറ ഉണ്ടായിരുന്നു. 50 രൂപ നോക്കാം. ഇപ്പം ഇല്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? ആ കല്ലാണ്. ഇല്ല കുഴപ്പമില്ല. താങ്ക് യു. മുകളിലോട്ട് കയറാൻ
40 രൂപയാണ്. ആൾക്ക് 40 രൂപ. അയ്യോ എന്നിട്ട് എനിക്ക് വേണ്ട. ആ ചോദിക്കുന്നില്ല. ഇവിടെ ടൂറിസം ബസ്സിൻ്റെ ഇല്ല. കാൽവറി മൗണ്ട്സ്. പണ്ട് ആൾക്കാർ എങ്ങനെ ഇതിൻ്റെ മണ്ടയിലൊക്കെ വന്നെന്നുള്ള ആൾക്കാർ പണ്ട് എങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ വന്നെന്നുള്ള ആന്നേ. കാൽവരി എന്നാ പറയട്ടെ അല്ലേ? അറിയാം കാൽവരി. കാൽവരി ഉദ്ദേശിക്കുന്നു. മുമ്പ് രണ്ടുപേരും നിങ്ങൾ കാൽവരി ഞാൻ വായിക്കുമ്പോൾ അങ്ങനെ വായിക്കാലോ അല്ലേ? പണ്ടേ ഞങ്ങളെ കോളേജ് സമയത്തെ ചുമ്മാ പുല്ല് കയറിക്കുന്ന സ്ഥലമാണ്. 10 കൊല്ലം മുമ്പ് ഒരു മനുഷ്യരില്ല, ടൂറിസവും ഇല്ല, പാസും ഇല്ല, ഒന്നുമില്ല. മൊത്തം ഇങ്ങനെ ചുമ്മാ തിരുവപ്പിൽ കിടന്നു. ആൾക്കാർ വരുന്ന കണ്ടപ്പോഴത്തേക്കും ടൂറിസമായി. പിള്ളേരെ കൊണ്ടൊക്കെ വരാനേ. അതാണ് മൊത്തം ഇടുക്കി ഫോറസ്റ്റ്. ചെറിയ ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ. ഡെവലപ്പാക്കി വരുക. വേണ്ട ഇല്ല ഒരു തുമ്പിയ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ ബിഗ് പുഴു അല്ലേ? പിള്ളേരെ പറ്റിക്കും. ആ എൻ്റെ അകത്തൂടെ കയറിയൊക്കെ. എത്ര റേഞ്ചസ് ആയ ഓരോ മൗണ്ടൻ റേഞ്ചസ്. അതിന്റെ വെള്ളം കിടക്കാണ്ട്. ഈ മലയുടെ ഈ കാണുന്ന മലയില്ലേ, ഇതെല്ലാം അപ്പുറത്ത് വെള്ളം കിടക്കുക. ഈ മല മാത്രമല്ല, അപ്പുറത്ത് എല്ലാം വെള്ളം കിടക്കുക. അതായത് കുളമാവ് അവിടെയായിട്ട് വരും. കുളമാവ് റിസർവയറല്ലേ? ഇതിന് ലാസ്റ്റ് എത്തിക്കാൻ മറ്റേ 5 രൂപയുള്ളത് ഒരു 10-25 കിലോമീറ്റർ ഓടിയാലാണ് രാവിലെ എടുക്കും. Yeah, we are at 304 of Mount G. This is GWEG Resorts. Wow. Now today is Tuesday morning. See, sun is coming up from east. This is a beautiful view of this G Resorts, Calgary. And that is Idiki Dam Reservoir. We are heading to the rooftop. Let's see the rooftop. Shiny card in the bag. Model at the bottom. You can model. Yeah. So this is the new lift. It's Easy Life lift 305. We are at 305. Sorry. Yeah. So we are going up. Let's see how the view coming up from the top. This is the Easy Life lift. There is no much light, but the ceiling is fine. It's all standard features. Glass doors, half dark, half glass. Maybe 1 meter per second, but it's we have variable frequency. 6. ಇಲ್ಲ ಕೊಡ್ತಾರೆ 6 ಉಳ್ಳು ಇದನ್ನು 4th floor ഉള്ളൂ. പിന്നെ ഇനി റൂഫ് ടോപ്പ് ഉണ്ടോ? ഇനി പോകത്തില്ലടി. ലാസ്റ്റ് ഫ്ലോറാണ് അത്. ലെറ്റ്സ് സീ. മേബി I don't know whether we can go up or no. Huh? Where? Yeah, yesterday there was a DJ program here. We couldn't see because we slept already. Okay.
We'll go up. Yeah. Wow, what a beauty. This is what real. Yeah, yeah. ഇവിടെ വന്ന് എവിടുത്തെ ടീച്ചേഴ്സാ ഇത് ബ്ലോഗ് ഉണ്ടാ come up. ഞങ്ങള് 84 ആൻഡ് 84 അപ് ടു 86 ബാച്ചിൽ TTC പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഒരു സംഗമം ഞങ്ങൾ തുടർച്ചയായി 4 വർഷം ചെയ്തു വരിക. ഇത് 4ാം വർഷമാണ്. എവിടുന്നാ വരുന്നതൊക്കെ? ഞങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തിൻ്റെ. ഫ്രം കണ്ണൂർ, കോട്ടയം, ഇടുക്കി, ആഹാ. പത്തനംതിട്ട. എവിടെയായിരുന്നു TTC കോളേജ്? ഞങ്ങളുടെ പത്തനംതിട്ട അല്ലേ, തടിയൂർ തടിയൂർ NSS. ഇപ്പം അത് എന്തിനാ TTCക്ക് പോയേ? അധ്യാപന ഇഷ്ടമായതുകൊണ്ടാണ്. അന്ന് തന്നെ താല്പര്യം ഉണ്ടായിരുന്നല്ലേ? ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഓ ഓക്കെ കുറേ നാളായി. ഞാൻ കണ്ണൂർ ജില്ലയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ. ഡെപ്യൂട്ടി ഡയറക്ടർ. അങ്ങനെ റിട്ടയർ ചെയ്തു. ഇവരൊക്കെ ഹെഡ് മിസ്ട്രസ് ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്തവരാണ്. എവിടെയാ ഇപ്പം താമസിക്കുന്നത്? ഇപ്പം ഞാൻ പയ്യന്നൂര്. ഓക്കെ. നിങ്ങൾ ടീച്ചേഴ്സ് മാത്രമേ ഇന്ന് വന്നിട്ടുള്ളോ? എത്ര പേര് വന്നു? അല്ല, ടീച്ചർ ജെൻസ് എല്ലാവരും ഉണ്ട്. ഉണ്ട്. എത്ര പേരുണ്ട്? 20. ഓക്കെ. എത്ര പേര് ഞാൻ കിട്ടിയുള്ളൂ. ഒരു ഗ്രൂപ്പ് ഞങ്ങൾ വന്നപ്പം അവർക്ക് വളരെ അന്നൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും ഈ ഫോൺ സൗകര്യങ്ങളോ ഇല്ല. അപ്പോൾ 2020 ഞങ്ങൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ദെൻ തുടർച്ചയായുള്ള സംഗമങ്ങൾ ഇങ്ങനെ വർഷത്തിലിരിക്കുക. ഇല്ല, വിവിധ സ്ഥലങ്ങളിൽ. കഴിഞ്ഞ വർഷം പയ്യന്നൂരായിരുന്നു. എത്ര ദിവസത്തെ പാക്കേജാണ് വരുന്നത്? 2 days. അപ്പം നിങ്ങൾക്ക് ഇത് എത്ര റൂം റെൻ്റ് ഒക്കെ എങ്ങനെയാണ് പെർ ഹെഡ് വരുന്നത്? റൂം റെന്റ് പലതരത്തിലുള്ള റെന്റിങ് ആണല്ലോ. എങ്ങനെയുണ്ട് സ്റ്റേ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഒരു റൂമിൽ 2 പേരല്ലേ? 3 പേര്. ഓക്കെ ഓക്കെ, താങ്ക് യു.